ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് GT20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫീച്ചേഴ്സും ഏകദേശം കൺഫേംഡ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് GT20 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. അതുമാത്രമല്ല 1500 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം ചെറിയ ബെസൽസുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഈ ഒരു ഫോണിൽ 2340 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക 194 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.15 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവെ നത്തിങ് ഫോണുകളിലാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാറ്. അതുപോലെ തന്നെ ഗെയിമിംഗ് ഫോണുകളിലും. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8200 Ultimate എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഇൻഫിനിക്സ് GT10 Pro എന്നുള്ള ഫോണിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത ടൈമിൽ ആ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണിലും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ മിക്കവാറും. പിന്നെ ആ ഒരു ഫോണിൽ MediaTek Dimensity 8050 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ LPDDR5Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. NFC പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ പിക്സൽ വർക്ക് X5 ടെർബോ ചിപ്പും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസും ഡിസ്പ്ലേ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ 120 FPS ഗെയിമിംഗ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോൺ വെട്ടനീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ വരും. പിന്നെ JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. Android 14 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യും. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കുള്ളൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മെയ് 21 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് സൗദിയിൽ ഈ ഫോൺ ഏകദേശം 28,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ വില ചിലപ്പം കുറച്ചും കൂടി കുറഞ്ഞേക്കാം. ചിലപ്പം ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ, ഒരു 23,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പ്രോസസ്സർ തന്നെയായിരിക്കും MediaTek Dimensity 8200 Ultimate എന്നുള്ള പ്രോസസ്സർ. എന്തായാലും ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് GT20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.